Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് എ ന്യൂ പിക്ചർ അഥവാ പുതിയ ചിത്രം എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ? ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക ഉണ്ടാക്കാൻ പഠിച്ചു. അതിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടും അല്ലേ? നമ്മൾ ലാസ്റ്റ് ചെയ്തതിലാണെങ്കിൽ തന്നെയും കുറേ പേരുടെ ഹൈറ്റ് വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ? ഹൈറ്റ് അപ്പോൾ ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഹൈറ്റ് എത്ര പേർക്കുണ്ട്, അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് കുറേ കുടുംബങ്ങൾ അവരുപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ലിറ്ററിൽ തന്നിരിക്കുക. അതായത് ഇത് ക്ലാസ് അഥവാ വിഭാഗവും ഇത് എണ്ണവും അല്ലേ? അതായത് 0 മുതൽ 500 ലിറ്റേഴ്സ് വരെ വെള്ളം ഉപയോഗിക്കുന്നത് 3 കുടുംബങ്ങളാണ്, 3 ഹൗസ് ഹോൾഡ്സാണ്. 500 മുതൽ 1000 വരെ വെള്ളം ഉപയോഗിക്കുന്ന 5 ഹൗസ് ഹോൾഡേഴ്സ്, 1000 മുതൽ 1500 വരെ വെള്ളം ഉപയോഗിക്കുന്നത് 7 ഹൗസ് ഹോൾഡേഴ്സ്. അങ്ങനെ തന്നിട്ടുണ്ട്. ടോട്ടൽ 50 ഹൗസ് ഹോൾഡേഴ്സാണ് ഉള്ളത്. ഇതിനെ നമുക്കൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കണം. അതായത് ഗ്രാഫ് വരയ്ക്കണം, ചിത്രം കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം, ഗ്രാഫ് വരയ്ക്കുന്നതിന് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും വേണം അല്ലേ? വിലങ്ങനെയുള്ള വരയും കുത്തനെയുള്ള വരയും വേണം. നമുക്ക് ആദ്യം അത് വരയ്ക്കാം. നമുക്ക് അറിയാം, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ, ഇതാണ് വെർട്ടിക്കൽ ലൈൻ. ഇത് വിലങ്ങനെയുള്ള വര, ഇത് കുത്തനെയുള്ള വര. ഈ വിലങ്ങനെയുള്ള അതായത് ഹൊറിസോണ്ടൽ ലൈനിലാണ് നമ്മൾ ക്ലാസ് അഥവാ ഈ ക്വസ്റ്റ്യനിലെ എമൗണ്ട് ഓഫ് വാട്ടർ എൻ്റർ ചെയ്യുന്നത്. എപ്പോഴും വെർട്ടിക്കൽ ലൈനിലാണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി, അതായത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ക്ലാസ് അഥവാ വിഭാഗം ഹൊറിസോണ്ടൽ ലൈനിലും ഫ്രീക്വൻസി വെർട്ടിക്കൽ ലൈനിലും. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ തന്നിരിക്കുന്ന ഹെഡിങ് തന്നെയാണ് നമ്മൾ ഇവിടെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് വാട്ടർ ആണ് നമുക്ക് എവിടെ വേണ്ടത്? ഹൊറിസോണ്ടൽ ലൈനിൽ വേണ്ടത് എമൗണ്ട് ഓഫ് വാട്ടർ, വെർട്ടിക്കൽ ലൈനിലെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്. ഇത്രയും സംഗതികൾ മനസ്സിലായല്ലോ. ഹൊറിസോണ്ടൽ ലൈനിൽ ഏത് ക്ലാസ് ആണോ അത് തന്നിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനെയാണോ അതിനെ എഴുതുക. വെർട്ടിക്കൽ ലൈനിൽ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എഴുതുക. ഇനി നമുക്കറിയാം, ഒരു ഗ്രാഫിൽ ഓരോന്നും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് 2 ആക്സിസിലും പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് സ്കെയിൽ കൊണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നോക്കിക്കുന്നു 0 മുതൽ 500 വരെ. അപ്പോൾ നമ്മൾ അത് തന്നെ എഴുതുന്നത്, ഇതാണല്ലോ 0. അപ്പോൾ ഇവിടെ 0 വരും. അടുത്തത് നമ്മൾ എഴുതുന്നത് എന്താണ്? 500 ആണ്. പിന്നെ 500 കഴിഞ്ഞാൽ 1000, 1500, 2000, 2500, 3000, 3500 വരെ എഴുതണം. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് സ്കെയിൽ കൊണ്ട് തുല്യമായിട്ട് അടയാളപ്പെടുത്തി എഴുതാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. സ്കെയിൽ കൊണ്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ അടയാളപ്പെടുത്തി 0 മുതൽ 500 മുതൽ 1000 അങ്ങനെയാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇപ്പോൾ 0 ഇവിടെയാണ്, 500, 1000, 2000, 3500 വരെ അടയാളപ്പെടുത്തണം. ഇനി ഇത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ആണ് നമുക്ക് ഈ കുത്തനെയുള്ള വരയിൽ വെർട്ടിക്കൽ ലൈനിൽ വരയ്ക്കേണ്ടത്. ഇവിടെ ഏറ്റവും വലുത് ഏതാ? 14. അപ്പോൾ 14 വന്നിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ 1, 2, 3, 4 അങ്ങനെ 14 വരെ എടുക്കുക. ഇനി സ്പേസ് ഇല്ല എങ്കിൽ 2, 4, 6, 8 അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2, 4 വെച്ചാണ് എടുക്കുന്നത്. അവിടെയും സ്കെയിൽ ഉപയോഗിച്ച് തുല്യ അകലത്തിൽ കൊടുക്കുക. ഇപ്പോൾ 2, 4, 6, 8, 10, 12, 14. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 0 മുതൽ 500 വരെ ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന 3 കുടുംബങ്ങളുണ്ട്. അപ്പോൾ 0 മുതൽ 500 വരെ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 0 മുതൽ 500 വരെ ഇത്രയും ആൾക്കാർ 3 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതായത് 3 എന്ന് പറയുന്നത് 2ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് കറക്റ്റ് നടുക്ക് വരുമല്ലോ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു നേർ വര വരയ്ക്കുക. കണ്ടല്ലോ? അത് ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് കൊണ്ടുപോയി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടണം, ഒരു ചതുരമായിട്ട് കിട്ടണം. നമുക്കത് വരയ്ക്കാം.
ഇനി അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി 500 തൊട്ട് 1000 വരെ 5 ഹൗസ് ഹോൾഡേഴ്സാണ് ഉള്ളത്. അപ്പോൾ 500 മുതൽ 1000 വരെ എന്താ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. അത് എത്ര ഫാമിലീസ് ഉണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്? 5ആണ്. 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്ക് നടുക്കാണല്ലോ കിടക്കുന്ന 5. അപ്പോൾ ആ 5 ഇവിടുന്നേ വരയ്ക്കുകയല്ല, കാരണം ഇവിടുന്നേ വരച്ച് കഴിഞ്ഞാൽ അത് 0 മുതലായി പോകും. നമ്മുടെ കയ്യിൽ എന്താ 500 മുതൽ 1000 വരെയുള്ള. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഈ 1000 വരെ, 500 മുതൽ 1000 വരെ. അപ്പോൾ അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ഉയർത്തി വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. അവിടെയും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അഥവാ ചതുരമാണ് കൊണ്ടുവരേണ്ടത്. കണ്ടല്ലോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 1000 മുതൽ 1500 വരെ 7 ഫാമിലീസ്, 7 കുടുംബങ്ങളാണ്. അപ്പം 1000 മുതൽ 1500 വരെ 7 വരുന്നത് ഈ 6ൻ്റെയും 8ൻ്റെയും നടുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഉയർത്തി 7 വരെ ഉയർത്തുക. അതേപോലെ 1500 നേരെ ഉയർത്തി 7 വരെ ഉയർത്തുക. അവിടെയും നമുക്ക് ചതുരം വരയ്ക്കാം. കണ്ടല്ലോ. ഇനി അടുത്തത് 1500 to 2000, അത് 10 ഹൗസ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ 10 വരെ നമുക്ക് വരയ്ക്കണം. 1500 തൊട്ട് 2000 വരെ. അപ്പോൾ 1500 നേരെ മുകളിൽ 10 വരെ കൊണ്ടുവരിക, 2000 നേരെ 10 വരെ കൊണ്ടുവന്ന് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കുക. കണ്ടല്ലോ. ഇനി വേണ്ടത് നമുക്ക് 2000 മുതൽ 2500 വരെ. ഇവിടെ 2000 തൊട്ട് 2500 വരെ എത്ര ഹൗസ് ഹോൾഡേഴ്സ് ഉണ്ട്? 14 പേരുണ്ട്. അപ്പോൾ 14 വരെ ഉയർത്തണം. 2000-നെ 14 വരെ, 2500-നെയും 14 വരെ ഉയർത്തി നമുക്ക് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കണം. ഇനി അടുത്തത് 2500 മുതൽ 3000 വരെ 8 ആണ്. അപ്പോൾ ഇതാണ് 8. ആ 2500-ന് മുകളിൽ 8 എന്നാണ് തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും 3000 വരെ. കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി 3000 മുതൽ 3500 വരെ എത്ര കുടുംബങ്ങളാണ് ഉള്ളത്? 3 അല്ലേ. അപ്പോൾ 3 ഇവിടെ 3 ഉണ്ടല്ലോ, അതേ നേരെ വരും. നമ്മൾ പിക്ചർ കംപ്ലീറ്റ് ആക്കി, ഗ്രാഫ് കംപ്ലീറ്റ് ആക്കി. ഇതിനാണ് പറയുന്നത് ഹിസ്റ്റോഗ്രാം അഥവാ ആവൃത്തി ചതുരം. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഡ്രോ ദ ഹിസ്റ്റോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആവൃത്തി ചതുരം വരയ്ക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 210-ലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ 30 ചിൽഡ്രൻ എടുത്ത ടൈമാണ് തന്നിരിക്കുന്നത്, മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഹിസ്റ്റോഗ്രാം അഥവാ ആവൃത്തി ചതുരം വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരയ്ക്കാം. ആദ്യം ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ ലൈനിലാണ് ക്ലാസ്സസ് അഥവാ വിഭാഗം അഥവാ ടൈം കൊടുക്കേണ്ടത്. ഇവിടെ ടൈമാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ടൈം എന്ന് എഴുതാം. പിന്നെ നമുക്കിവിടെ വേണ്ടത് നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്. നേരത്തെ ചോദ്യത്തിൽ 0 തൊട്ടായിരുന്നു, പക്ഷേ ഇവിടെ 10 തൊട്ട് 13 വരെ, 13 തൊട്ട് 16 വരെ അങ്ങനെയാണ് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ 0 ഇവിടെ കൊടുക്കും, എന്നിട്ട് അടുത്തതായിട്ട് 10 കൊടുക്കും. അതിന് മുമ്പ് നമുക്കിവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 10, 13, 16, 19, 22, 25 വരെ കൊടുക്കണം. 10, 13, 16, 19, 22, 25. ഇനി നമുക്കിവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് വെർട്ടിക്കൽ ലൈനിൽ കൊടുക്കേണ്ടത്, കുത്തനെയുള്ള വരയിൽ. അപ്പോൾ 3, 5, 12, 8, 2. ഏറ്റവും വലുത് 12 ആണ്. നമുക്ക് ബുക്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ 1, 2 ആയിട്ട് 12 വരെ പോകാം. ഞാനിവിടെ 2, 4 അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 മുതൽ 13 വരെ എന്നാണ്. നമുക്ക് നേരത്തെ ചോദ്യത്തിൽ 0 മുതൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ 10 മുതൽ 13 വരെ ആയതുകൊണ്ട് ഇത്രയും ഭാഗം ഗ്യാപ്പ് കിടക്കും. ഈ വെർട്ടിക്കൽ ലൈനിലോട്, അതായത് കുത്തനെയുള്ള വരയോട് ചേർന്ന് ചതുരം വരികയല്ല, റെക്റ്റാങ്കിൾ വരികയല്ല. 10 മുതൽ 13 വരെ 3 കുട്ടികളാണ് അല്ലേ. അപ്പം 3 എന്ന് പറയുന്ന 2ൻ്റെയും 4ൻ്റെയും നടുക്ക് കിടക്കും. അതായത് ഇതാ ഇവിടെ വരും 3, ഇതല്ലേ 3. അപ്പം 3 വരെയാണ് കൊടുക്കേണ്ടത്. അപ്പം 10 മുതൽ 13 വരെ ഇവിടെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുന്നത്, ചതുരം വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കി. ഇനി 13 തൊട്ട് 16 വരെ 5. ഇപ്പോൾ 13 തൊട്ട് 16 വരെ 5 വരെ ഉയർത്തണം. അതായത് 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് 5 കിടക്കുന്നത്. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കി. ഇനി 16 തൊട്ട് 19 വരെ 12.
ഇവിടെ 16 തൊട്ട് 19 വരെ 12 ഏറ്റവും ടോപ്പിലത്. ഇനി 19 തൊട്ട് 22 വരെ 8, 19 തൊട്ട് 22 വരെ 8. ഇതാ 8 കിടക്കുന്ന ഇവിടെയാണ്. ആ നേരെ അങ്ങോട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഇനി 22 തൊട്ട് 25 വരെ 2. ഇപ്പം നമ്മുടെ ഹിസ്റ്റോഗ്രാം കംപ്ലീറ്റ് ആയല്ലോ, ആവൃത്തി ചതുരം കംപ്ലീറ്റ് ആയല്ലോ, മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഡെയിലി വേജ് തന്നിരിക്കുന്ന ദിവസ വരുമാനം തന്നിട്ടുണ്ട്, കുടുംബങ്ങളുടെ എണ്ണവും നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 800 തൊട്ട് 1100 വരെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഹിസ്റ്റോഗ്രാം ആണ് വരയ്ക്കേണ്ടത്, അഥവാ ആവൃത്തി ചതുരമാണ് വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും നമുക്ക് ആദ്യം വരയ്ക്കാം. നമുക്കറിയാം ഡെയിലി വേജ് ആണ് ഹൊറിസോണ്ടൽ ലൈനിൽ കൊടുക്കേണ്ടത്, വെർട്ടിക്കൽ ലൈനിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്. നമുക്കറിയാം ഇവിടെ 0 ആണ് കൊടുക്കേണ്ടത്, പക്ഷേ 0 to 800 തന്നിട്ടില്ല. അതിനെ നമുക്ക് 800 to 850, 850 to 900 അങ്ങനെയുള്ളൂ നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നുള്ളൂ. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം, സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വേണം. അപ്പം നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ ഡെയിലി വേജും വെർട്ടിക്കൽ ലൈനിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2, 4, 6, 8 ആണ് മാർക്ക് ചെയ്ത്, കാരണം 20 ആണ് ഹയസ്റ്റ് മെഷർ. അപ്പോൾ നമുക്ക് 2, 4, 6, 8, 10 അങ്ങനെ എടുത്തു പോകുന്നതായിരിക്കും എളുപ്പം. ഇനി നമ്മൾ നേരത്തെ പോലെ 0 to വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ഈ വെർട്ടിക്കൽ ലൈനിൽ ടച്ച് ചെയ്ത് വരികയല്ല. 800 to 850 3 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 എന്ന് പറയുന്നത് 2ൻ്റെ 4ൻ്റെ നടുക്കാണ്, ഇതാണ് 3. 800 മുതൽ 850 വരെ നമുക്ക് ആ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കാം. കണ്ടല്ലോ. 850 to 900 7 ആണ്. ഇപ്പോൾ 6ൻ്റെയും 8ൻ്റെയും നടുക്കാണ് 7 കിടക്കുന്നത്. 850 to 900 അവിടെയും റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇനി അടുത്ത 900 to 950 15 ആണ്. 900 to 950 15 എന്ന് പറയുമ്പോൾ 14ൻ്റെയും 16ൻ്റെയും നടുക്ക്. ഇനി അടുത്ത് വേണ്ട 950 to 1000 20. 950 to 1000 20 ഏറ്റവും ടോപ്പ് മെഷറാണ് 20. ഇനി അടുത്ത് 1000 to 1050 9. 1000 to 1050 9. 9 എന്ന് പറയുമ്പോൾ 8ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് 9 വരുന്നത്. അടുത്തത് 1050 to 1100 6 വന്നിട്ടുണ്ട്. 6 ഇവിടെ ഇതിൻ്റെ നേരെ 6 എടുക്കുക. കണ്ടല്ലോ, നമ്മൾ ഹിസ്റ്റോഗ്രാം കംപ്ലീറ്റ് ആക്കി, ആവൃത്തി ചതുരം കംപ്ലീറ്റ് ആക്കി. പേജ് നമ്പർ 211 മൂന്നാമത്തെ ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള 2 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇവിടെ ചോദ്യത്തിൽ റെയിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്, അതായത് ജൂൺ ജൂലൈ മന്തിൽ, അത് മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സും തന്നിട്ടുണ്ട്. ഇവിടെയും ഹിസ്റ്റോഗ്രാം അഥവാ ആവൃത്തി ചതുരമാണ് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ആദ്യം നമുക്ക് വരയ്ക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിൽ റെയിൻ ആണ്, മില്ലിമീറ്ററിലാണ് അടയാളപ്പെടുത്തേണ്ടത്. മറ്റേത് ഡേയ്സ് ആണ് വെർട്ടിക്കൽ ലൈനിൽ കൊടുക്കേണ്ടത്. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 0 മുതലുള്ളതില്ല, 10 തൊട്ടാണ്. അപ്പോൾ അടുത്തത് 10 കൊടുക്കുക. 10, 20, 100 വരെ മാർക്ക് ചെയ്യണം. അതേപോലെ വെർട്ടിക്കൽ ലൈനിൽ ഹയസ്റ്റ് വന്നിരിക്കുന്ന 15 ആണ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൽ 10, 20, 30, 100 വരെ മാർക്ക് ചെയ്തു. ഇനി വെർട്ടിക്കൽ ലൈനിൽ 15 ആണ് ഹയസ്റ്റ്. അപ്പോൾ നമുക്ക് 2, 4, 6, 8 എടുക്കാം. ബുക്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ 1, 2, 3, 15 വരെ എടുക്കാം. നമുക്ക് 16 വരെ എടുക്കണമെങ്കിൽ 15, 14, 16 ഇടയ്ക്ക് 15 മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫസ്റ്റ് 10 മുതൽ 20 വരെ 4. അപ്പോൾ ഇവിടെ 0 മുതൽ 10 വരെ ഗ്യാപ്പ് കിടക്കും. 10 മുതൽ 20 വരെ 4, ഇത്രയും നമുക്ക് വരയ്ക്കണം, റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇനി 20 to 30 6 ആണ്. അപ്പോൾ 20 മുതൽ 30 വരെ 6 ഹൈറ്റിൽ വരയ്ക്കാം. കണ്ടല്ലോ, 6 ഹൈറ്റിൽ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കി. ഇനി 30 മുതൽ 40 വരെ 9 ആണ്. അപ്പോൾ 30 മുതൽ 40 വരെ 9 വരെ ഹൈറ്റിൽ, അതായത് 8ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കണം.
ഇനി നമുക്ക് അടുത്ത 40 മുതൽ 50 വരെയാണ്. 40 മുതൽ 50 വരെ 15 ആണ്. അതായത് 14ൻ്റെയും 16ൻ്റെയും നടുക്ക് ഇരിക്കണം. ഇനി അടുത്ത 50 മുതൽ 60 വരെ 10 ആണ്. 10 ദാ ഇവിടെ ഉണ്ട്. നേരെ അങ്ങ് റെക്റ്റാങ്കിൾ വരയ്ക്കുക. അടുത്ത 60 മുതൽ 70 വരെ 8. 60 മുതൽ 70 വരെ 8 ഈ നേരെ അങ്ങ് പോകണം. അടുത്ത 70 മുതൽ 80 വരെ. 70 മുതൽ 80 വരെ 5 ആണല്ലോ. 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് 5. ഇനി അടുത്തത് 80 മുതൽ 90 വരെ. 80 മുതൽ 90 വരെ 3 ആണല്ലോ. 2ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് നടുക്കത്തതാണ് 3. ആ റെക്റ്റാങ്കിളും കംപ്ലീറ്റ് ആക്കിയല്ലോ. ലാസ്റ്റത്തെ 90 മുതൽ 100 വരെ 1 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0യുടെയും 2ൻ്റെയും ഇടയ്ക്ക് ഹാഫ്, അതാണ് 1. അപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ വരും. അപ്പം നമ്മൾ ഈ ഹിസ്റ്റോഗ്രാമും കംപ്ലീറ്റ് ആക്കിയല്ലോ, ആവൃത്തി ചതുരം കംപ്ലീറ്റ് ആക്കിയല്ലോ. 3 ചോദ്യങ്ങൾ വരച്ച് പഠിക്കുക. 4ാമത്തെ 5ാമത്തെ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.